ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. മൺഡേ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഈ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താ വരുന്നത്? ഓക്കെ, ലെറ്റ്സ് സീ. ഡിവൈൻ മെസ്സേജസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് ഉണ്ട്. പ്ലീസ് അതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ആൻഡ് നമ്പർ സേവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് സേവ് ചെയ്യുക. അതിൽ +91 മുമ്പിലുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ സാധാരണ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ +91 വരും. അതൊന്ന് എടുത്ത് മാറ്റി അവിടെ +1 ആണ് നമുക്ക് വേണ്ടത്. എൻ്റെ നമ്പർ ഞാൻ US-ലാണ്. ആൻഡ് പ്ലീസ് അതുകൂടി ഒന്ന് ഓർമ്മ വെച്ച് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് മാത്രം ഇടുക. ഞാൻ റിപ്ലൈസ് നിങ്ങളുടെ ഈവനിങ്, എപ്പോഴും ഞാൻ അവൈലബിൾ ആവുന്നത് നാട്ടിലെ സമയം ഈവനിങ് ആയിരിക്കും. ഓക്കെ, അതും ഓർമ്മ വയ്ക്കാം. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് അതിൽ ഇടൂ, ആ നമ്പറിൽ സേവ് ചെയ്തിട്ട്. ഓക്കെ, റീഡിങ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എത്രയും വേഗം തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്, ഷോർട്ട് റീഡിങ്സ് ആയിട്ട്. കേസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഗൈഡൻസ് നമുക്ക് നോക്കാം. ഇന്നത്തെ യൂണിവേഴ്സ് എന്താ പറയുന്നത്? 6 of Pentacles, High Priestess, 7 of Pentacles. ഓക്കെ, 5 of Swords and 10 of Pentacles. 10 of Cups. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ എന്താ ചെയ്യുന്നത്, മീൻസ് നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങളുടെ എഫേർട്ട് പോകുന്നത്, നിങ്ങൾ എന്തിലാണ് നിങ്ങളുടെ എഫേർട്ട് ഇടുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാനുള്ള സമയമാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു റിസൾട്ട് വരുന്നതായിട്ട് എനിക്ക് കാണാനില്ല. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫൈനാൻഷ്യൽ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാത്രം കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കെയർ, നിങ്ങളുടെ സപ്പോർട്ട് എന്തു തന്നെയായാലും ശരി. ഓക്കെ, ഈവൻ വർക്കിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് മാത്രം കൂടുതൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് നിങ്ങൾക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് വരുന്നില്ല. ഓക്കെ, സോ ഇവിടെ കോൺഫ്ലിക്റ്റ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത്, ഓക്കെ, നിങ്ങൾ ഇവിടെ ഈഗോ ക്ലാഷസ് ഒക്കെ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ആരും നിങ്ങളെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എപ്പോഴും നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ നമ്മൾ പറയില്ലേ, തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ എല്ലാവിടെയും അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക്. സോ അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇനിയും അവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു സമയമായി, മാറ്റം വരുത്താനുള്ള സമയമായി. ഓക്കെ, ഇവിടെ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യണോ വേണ്ടേ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ലോണം യൂസ് ചെയ്യുക. അഗൈൻ ഇന്നലെ അത് തന്നെ വന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. എന്ന് മാത്രമല്ല, ഇവിടെ ചില കാര്യങ്ങൾ സീക്രട്ട് ഉണ്ട് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ ഹിഡൻ ഉണ്ട്, ചില കാര്യങ്ങൾ സീക്രട്സ് ഉണ്ട് ഇവിടെ. ആ സീക്രട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം ഇവിടെ 6 of Pentacles കഴിഞ്ഞ് ഇവിടെ 7 of Pentacles ശരിക്കും അടുത്ത കാർഡാണ്. ശരിക്കും നമ്മുടെ ഇതിൽ ടാരോ കാർഡിൽ നെക്സ്റ്റ് കാർഡാണ്. ഓക്കെ, ബട്ട് ഇടയിൽ വന്നത് ഒരു സീക്രസി വന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഈ കൊടുക്കുന്നത്, ഓക്കെ, എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നല്ലോണം മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ ഒന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അഗൈൻ ഇത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും അവിടെ ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? 10 of Cups ആണ്. അതായത് നമ്മളൊരു ഹാപ്പിനെസ്, സന്തോഷം എന്ന രീതിക്കൊക്കെയാണ്. ബട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് തിരിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ വീണ്ടും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ്. ഓക്കെ, അവിടെ നിങ്ങൾ ചിന്തിക്കാനുള്ള സമയമായി. യു ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിന് ഇത് നല്ലതാണോ? ഓക്കെ, ഇനിയും ഇതിൽ ചെയ്ത് കഴിഞ്ഞു, ശരിയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും കിട്ടിയാലോ, കുറച്ചെങ്കിലും വന്നാലോ, നിങ്ങൾ ക്ഷമ വെച്ച് നിൽക്കുകയാണ്. ഇത് നമ്മൾ ക്ഷമ വെച്ച് നിൽക്കുന്ന കാർഡായിട്ട് പറയാറുണ്ട്. യെസ്, ക്ഷമിക്കാറുണ്ട്. ബട്ട് ഇവിടെ ഓവറോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബട്ട് നിങ്ങൾക്ക് വീണ്ടും വരുന്നത് കോൺഫ്ലിക്റ്റ് ആണ്, സീക്രസിയാണ്. അവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കലല്ലാതെ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒന്നും വരുന്നതായിട്ട് കാണാനില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കൂ എന്ന് പറയുന്ന പോലെയുണ്ട്. ഈ കോൺഫ്ലിക്ട്സ് വീണ്ടും വരുന്നുണ്ടെങ്കിൽ എവിടെയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷമാണ്. ഓക്കെ, ബട്ട് അത് വരുന്ന രീതിയിലല്ല എനിക്ക് തോന്നുന്നത്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നുണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ, എന്താണ് ഇവിടെ മറിഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും നിങ്ങളെ പിന്നിൽ നിന്ന് ഇത് ചതിക്കുന്ന കാർഡല്ല, നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ എന്താ പറയുക, ഒരു തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാർഡ് തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾ അത്രയും അങ്ങോട്ട് ചെയ്തിട്ടും അവർ വീണ്ടും ആരെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരുപാട് വീണ്ടും അപമാനം ഫേസ് ചെയ്യേണ്ടി വരുന്നു, നിങ്ങളെ വീണ്ടും അവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ദെൻ എന്തിനാണ് എന്നാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. ഒരു ഔട്ട്കം കാർഡായിട്ടൊന്ന് നോക്കട്ടെ, യൂണിവേഴ്സായിട്ടൊക്കെ ഒരു ഗൈഡൻസ് എന്താ പറയുന്നത് നോക്കട്ടെ. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് യു ഡു? ഹെറോഫന്റ്. ഓക്കെ, ഒന്നുകൂടെ എടുത്തേക്കാം. 8 of Cups. സോറി, യെസ്,
നിങ്ങളാണ് അങ്ങോട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ അങ്ങോട്ട് എപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഇമോഷണൽ വ്യക്തികൾ. അഗൈൻ നമ്മൾ ഇത് റീഡിങ്സ് റെസനേറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ഒരേപോലെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ എനർജിയിലാണ്. അതുകൊണ്ടാണ്. നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഒരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന നിങ്ങൾ ആർക്കാണോ ഹെൽപ്പ് ചെയ്യുന്നത്, ഈവൻ നിങ്ങളുടെ ബോസ് ആവാം, നിങ്ങളുടെ ഓഫീസിലെ ബോസ് ആവാം, നിങ്ങളുടെ കൊളീഗ്സ് ആവാം, ഫാമിലിയിൽ ആരെങ്കിലും ആവാം, ആരോ നിങ്ങളെ വീണ്ടും വീണ്ടും തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിൽ. നിങ്ങൾ എന്ത് ചെയ്തിട്ടും അവിടെ ഒരു കാര്യം ഉണ്ടാവുന്നില്ല എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി മാറാനുള്ള സമയമായി എന്ന രീതിക്കാണ്. ഇവിടെ 8 ഓഫ് കപ്സ് ആണ്, വാക്കിംഗ് അവേ ആണ്. നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോകാനുള്ള സമയമായി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വേണ്ട ഒന്നുകൂടി ശ്രമിക്കാം എന്ന രീതിയിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ ഒന്ന് ആരുടെയെങ്കിലും ഗൈഡൻസ് എടുക്കുക. ആരുടെയെങ്കിലും അഡ്വൈസ് നിങ്ങൾ എടുക്കുക. കാരണം ഈ സിറ്റുവേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതുണ്ട്. നിങ്ങളുടെ മുമ്പിൽ തന്നെ നിന്നിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ തോൽപ്പിക്കാൻ ആരോ ശ്രമിക്കുന്ന പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ആ ഹെൽപ്പ് ചെയ്ത വ്യക്തി തന്നെ എവിടെയോ അവർക്ക് ഒരു കോൺഫ്ലിക്റ്റാണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. ഒരു തിരിച്ചൊരു സ്നേഹം തരാവുന്ന രീതിയിലോ അല്ലെങ്കിൽ തിരിച്ച് അതേപോലെ ഒരു റെസ്പെക്റ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അല്ല കാണുന്നത്. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന രീതിയാണ് കാണുന്നത്. എവിടെയോ ഒരു കോമ്പറ്റീഷൻ, അങ്ങനെ കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ജയിക്കാൻ ശ്രമിക്കുന്ന പോലെ. അങ്ങനെ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത് എവിടെയോ. എന്തായാലും ഇവിടെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട് എനിക്ക്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബോസ്, നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങൾ ഒരുപാട് ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ബട്ട് എന്നാലും അവിടെ എവിടെയോ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നില്ല, അതിൻ്റെ റിസൾട്ടൊന്നും നിങ്ങൾക്ക് നല്ലത് വരുന്നില്ല എന്ന് തന്നെയാണ്. ആരുടെയെങ്കിലും ഒന്ന് അഡ്വൈസ് എടുക്കുക. പ്രോപ്പറായിട്ട് ഈ സിറ്റുവേഷൻ എന്താണ്, ഇവിടെ എന്തെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇവിടെ ഐ തിങ്ക് പേജ് ഓഫ് വൺസ് കാണുന്നത് നിങ്ങൾ വീണ്ടും ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. നിങ്ങൾ അങ്ങോട്ട് എഫർട്ട് ഇടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ ആക്ച്വലി ഒരു പുതിയ തുടക്കം, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളോട് മോൺ ചെയ്യാൻ പറയുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഇതിവിടെ പേജ് ഓഫ് വൺസ് ആൻഡ് 8 ഓഫ് കപ്സ് ഇങ്ങോട്ട് വാക്കിംഗ് അവേ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കൂ. ഇത് ഇവിടെ നിങ്ങളെ എപ്പോഴും മേ ബി ഇത് നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാം എന്തോ ഇവിടെ ശരിയല്ല, ഞാൻ ചെയ്യേണ്ട എന്ന രീതിക്ക് നിങ്ങളുടെ മൈൻഡ് തന്നെ കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ശരിയല്ല എന്ന രീതിയിൽ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. യൂണിവേഴ്സ് പറയുന്നത് അത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ട് മാറാം എന്ന രീതിക്കാണ് എനിക്ക് ഒരു അഡ്വൈസ് വരുന്നത്. പുതിയ തുടക്കം നിങ്ങൾ, അതായത് ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളുടേതായ ലൈഫിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, നിങ്ങളുടെ ഒരു ലൈഫ് നല്ലത് എന്തെങ്കിലും അതിനു വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന രീതിക്കാണെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല എന്ന് പറയുന്ന ഒരു രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് നല്ലോണം ആലോചിച്ച് മേ ബി നിങ്ങളുടെ ആരെങ്കിലും ഒന്ന് കൺഫർമേഷൻ എടുക്കുക, ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് മനസ്സിലാക്കുക. ഇതൊരു പഠിപ്പിൻ്റെ കാര്യം കൂടി നമ്മൾ പറയാം, നോളജ് എന്ന രീതിക്ക്. എൻ്റെ ഇതും അത് തന്നെയാണ്, നോളജാണ്. ഇതിവിടെ നമ്മൾ രഹസ്യങ്ങൾ എന്ന രീതിക്കാണ്. ഈ ലേഡി ഇരിക്കുന്നത് ഒരു കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി ഒരു സീക്രസി വെച്ചിരിക്കുന്ന ഒരു ലേഡി എന്നാണ് നമ്മൾ പറയാം. ഇവിടെ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മേ ബി ആരോടെങ്കിലും ചോദിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കുക എന്ന രീതിക്കുമായിരിക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യമല്ല, ബട്ട് ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക, അഡ്വൈസ് എടുക്കുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് മാത്രമല്ല നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് വേറെ നിങ്ങളുടെ ലൈഫിനെ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോയി ഇത് പിന്നിൽ ഉപേക്ഷിക്കാൻ പറയുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഐ തിങ്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരുപാട് ആ സിറ്റുവേഷനിൽ കൊടുത്തിട്ട് അവസാനം നിങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾ യു ആർ സ്റ്റിൽ വെയിറ്റിംഗ് എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും എപ്പോഴെങ്കിലും തിരിച്ച് കിട്ടിയാലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ബട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇല്ല, അവിടെ ഒരു ഗ്രോത്ത് ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് ഇവിടെ വോക്കവേൻ്റെ ഒരു മീനിങ് ആണ് വരുന്നത്. വളർച്ചയില്ലാത്തതിനെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് കളയൂ എന്ന് പറയുന്ന പോലെയാണ്. അതെന്ത് തന്നെയായാലും, ജോലിയിലാണെങ്കിൽ അങ്ങനെ, റിലേഷൻഷിപ്സ് ആണെങ്കിൽ അങ്ങനെ, ഫ്രണ്ട്ഷിപ്സ് ആയാലും ശരി, ആരായാലും ശരി. ടുഡേ ഐ ആം റെസ്പോൺസിബിൾ. ടുഡേ ഐ വിൽ മേക്ക് ഗുഡ് ചോയ്സസ് ദാറ്റ് വിൽ ബ്രിങ് മീ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. നിങ്ങൾ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഹെൽത്ത്, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. റെസ്പോൺസിബിൾ ആവുക. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടി വരുമ്പോൾ വേറെ ആരും ഉണ്ടാവില്ല, അല്ലേ? നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ ആരാ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഐ വിൽ മേക്ക് ഗുഡ് ചോയ്സസ് ദാറ്റ് വിൽ ബ്രിങ് മീ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. അത് നിങ്ങൾ അഫർമേഷനായിട്ട് യൂസ് ചെയ്യാം. ടുഡേ ഐ ബിലീവ്, ടുഡേ ഐ വിൽ സീ ദ മിറക്കിൾസ് ആൻഡ് ലവ് സറൗണ്ടിങ് മീ. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് വേണ്ടി നല്ലതുണ്ട്, ലവ് ഉണ്ട് എന്നൊക്കെയാണ്, സ്നേഹമുണ്ട്. ബട്ട് അത് ഈ സ്ഥലത്തല്ല, വേറെയും ഉണ്ട് എന്നാണ് പറയുന്നത്.
ടുഡേ ഐ ചൂസ്, ടുഡേ ഐ വിൽ ഓൺലി സറൗണ്ട് മൈസെൽഫ് വിത്ത് പീപ്പിൾ ഹു സപ്പോർട്ട് മീ. എക്സാക്ട്ലി സി ദിസ് ഇസ് വാട്ട്, എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരും. ഓക്കെ, നിങ്ങൾ എത്ര അവരെ കെയർ ചെയ്തിട്ടും എത്ര എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളല്ല നിങ്ങളുടെ ചുറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ അഫർമേഷൻ, ടുഡേ ഐ വിൽ ഓൺലി സറൗണ്ട് മൈസെൽഫ് വിത്ത് പീപ്പിൾ ഹു സപ്പോർട്ട് മീ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ മതി എൻ്റെ ലൈഫിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു തീരുമാനം നിങ്ങളെടുക്കാം. ടുഡേ ഐ എം ലേണിംഗ്, ടുഡേ ഐ വിൽ ഫോക്കസ് ഓൺ ലേണിംഗ് ടു ഗ്രോ ഇറ്റ് ടു എ ബെറ്റർ പേഴ്സൺ. ആക്ച്വലി ഇത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സോ നിങ്ങൾ ആക്ച്വലി പഠിക്കാനുണ്ട്, ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ആൻഡ് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ ബെറ്റർ പേഴ്സൺ ആവാൻ നിങ്ങൾ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ മോശമാണെന്നൊന്നല്ല പറയുന്നത്. ഓക്കെ, ബട്ട് നിങ്ങളുടെ ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ, ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കൂടി ഇനിയും സ്ട്രോങ് ആവേണ്ടതുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുണ്ട്. ഓക്കെ, സോ ടുഡേ ഐ എം ലേണിംഗ്, ടുഡേ ഐ വിൽ ഫോക്കസ് ഓൺ ലേണിംഗ് ടു ഗ്രോ ഇൻ ടു എ ബെറ്റർ പേഴ്സൺ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ കയ്യിലെടുക്കുക എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക എന്ന് പറയുന്നുണ്ട്. അവിടെ എഫേർട്ട് ഇട്ടത് മതി എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വാട്ട് എവർ സിറ്റുവേഷൻ ഇറ്റ് ഇസ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.